എന്തുകൊണ്ടാണ് ആളുകൾ തോൽക്കണേ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ വേണം, പക്ഷെ അത് ഒരുമാതിരി സ്വപ്നങ്ങളായി പോകരുത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ പിടുത്തം വിട്ട സ്വപ്നങ്ങൾ. ഞാൻ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേ, എന്താ നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിച്ചു. അയാൾ പറയാം, സാറേ എനിക്കൊരു ഹെലികോപ്റ്റർ എടുക്കണം. അമ്മ പൊളി, എന്ത് ഹെലികോപ്റ്റർ എന്ന് ചോദിച്ചു. ആള് പറഞ്ഞു, പിങ്ക് കളർ ഹെലികോപ്റ്റർ. എന്താ പിങ്ക് കളർ ഹെലികോപ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മോൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പിങ്ക് കളർ ഹെലികോപ്റ്റർ എടുക്കാനാണ് മൂപ്പർ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ ചേട്ടനോട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, നടന്നത് തന്നെ അല്ലെ, ഹെലികോപ്റ്റർ ആണ് പ്ലാൻ ചെയ്യണത് ആദ്യം തന്നെ. ചില ആളുകൾ വലിയ വലിയ വണ്ടികളാണ് പ്ലാൻ ചെയ്യുക അല്ലെ, എനിക്ക് BMW എടുക്കണം, ബെൻസ് എടുക്കണം, എനിക്ക് എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാനൊരു പാവാണ്, എൻ്റെ ഒരു BMW ഇല്ല, ബെൻസും ഇല്ല, പക്ഷെ നല്ല മനസമാധാനമുണ്ട്. ഉള്ള വണ്ടിയുടെ EMI അടയ്ക്കുന്ന സമയത്ത് ഞാൻ അറിയാറ് പോലും ഇല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോകും. ഇതാണ് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസുകളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസുകളും തമ്മിലുള്ള വ്യത്യാസം. എന്താ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് എന്ന് വെച്ചാൽ വലിയ വലിയ ഗീർവാണങ്ങൾ അടിക്കുക അല്ലെ, വലിയ വലിയ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട രീതിയിലുള്ള ചിന്തകൾ. ഞാൻ സ്വപ്നങ്ങൾക്ക് എതിരൊന്നും അല്ല കേട്ടോ, സ്വപ്നങ്ങളൊക്കെ വേണം, അതിനൊരു പ്രയോറിറ്റൈസിങ് വേണം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിൽ അതല്ലേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഞാനൊരു വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളടുത്ത് ചോദിക്കുക, എന്താ നിങ്ങളുടെ സ്വപ്നം? അയ്യോ, ഇത് 1 മാൻ ഷോ അല്ലേ, ഇവിടെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അതിനുള്ള ഉത്തരം കണ്ടെത്തണം എന്നുള്ളത്, ആ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കണേ. ചില ആളുകളൊക്കെ പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ, അടിപൊളി, കൺഗ്രാറ്റ്സ്. അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ പേപ്പറും പേനയിലും ഒന്ന് എഴുതിയേ, എന്തിനാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നേ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ ബിസിനസ് ചെയ്യണേ, അല്ലെങ്കിൽ പിച്ചിക്കാട്ടിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കണേ? ഈ വക ചോദ്യങ്ങൾക്കൊക്കെ ഒരു 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 സ്ട്രോങ് ഉത്തരം വേണ്ടേ നമുക്കൊരു, അല്ലേ? നമ്മൾ എന്തിനാ ഇത് ചെയ്യണേന്ന് അറിയാതെ നമ്മൾ എങ്ങോട്ടായി പോണേ? അപ്പൊ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഒന്ന് എഴുതി വെച്ചേ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് മാറും. ഇതിനകത്ത് ചില ആളുകൾ ഇപ്പൊ എഴുതിയിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ, എനിക്ക് കുറച്ച് മാജിക് ഒക്കെ അറിയാം, അപ്പം ഞാൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പറയാട്ടോ. എന്റെ കടങ്ങളൊക്കെ വീടണം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ആ കടങ്ങളൊക്കെ വിടണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം. അതാ ബീന കുക്കു SM എഴുതിയിട്ടുള്ളത്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം. അങ്ങനൊക്കെ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമുക്ക് നമ്മുടെ ടീമിനെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മുടെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മുടെ സൊസൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണം, അച്ഛനമ്മമാര്, നമ്മുടെ നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ എല്ലാ ഈ ലോകത്ത് ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലടോ. കുറെ കാശുണ്ടാക്കി, പക്ഷെ ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു കടക്കാരൻ വേണ്ടേ, അയാളെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? പച്ചക്കറി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് കൃഷി ചെയ്യുന്ന കർഷകർ വേണ്ടേ, അവരെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? നമ്മൾ പലചരക്ക് സാധനം വാങ്ങണമെങ്കിൽ ഒരു പലചരക്ക് കട വേണ്ടേ? നമുക്ക് നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ അത് വെക്കുന്ന ഒരാൾ വേണ്ടേ? അപ്പൊ നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു 1 മാൻ ഷോ പരിപാടി നടക്കൂല. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, ആ കാലം കഴിഞ്ഞുട്ടോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ്. ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അയാൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, നമ്മൾ ഫിനാൻഷ്യലി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കണം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ മനസ്സിലാക്കുക, ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. നമ്മൾ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഈ പരിപാടികളൊക്കെ ഭംഗിയാവാം. അപ്പം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവാം, എനിക്ക് എന്റെ വീടൊന്ന് പണിയണം, എനിക്ക് വീടില്ല, സ്വന്തമായിട്ട് വീടില്ല, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീട് പണിയണം, എന്റെ മക്കളുടെ എഡ്യൂക്കേഷൻ, എന്റെ അച്ഛനമ്മമാരുടെ ചികിത്സ അല്ലെങ്കിൽ സ്വന്തം ചികിത്സ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്താണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്താണ്. നമ്മുടെ ഓഫീസിൽ ഒരു ലേഡി വന്നായിരുന്നേ. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ, റിസപ്ഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അവിടെ വരുന്നവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെടും. അതൊരു സുഖേടാണ്. അവിടെ വരുന്ന ആളുകളൊക്കെ സംസാരിക്കും, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതില് ആ ലേഡി പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് 46 ലക്ഷം രൂപ കടമുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ, എങ്ങനെ ഒപ്പിച്ചെടുത്തു അല്ലെ, നല്ലോണം പണിയെടുക്കണ്ടല്ലേ 46 ലക്ഷം രൂപ കടമാവാൻ. അപ്പൊ ഞാൻ എങ്ങനെ ഒപ്പിച്ചെടുത്തു? ഓ, അതൊക്കെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയെന്ന്. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയാ, ഇത് വീട്ടാൻ പറ്റൂല എന്ന് എനിക്ക് തന്നെ അറിയാം. എന്താ കോൺഫിഡൻസ്?
അത് വീട്ടാൻ പറ്റൂലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ചേച്ചി, നമുക്കത് വീട്ടണ്ടേന്ന്. അപ്പൊ പറഞ്ഞു അതൊരു വീട് വെച്ചപ്പോൾ ഉണ്ടായ ബാധ്യതയാണ്. എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ കടമൊക്കെ വീട്ടി ആ വീട്ടിൽ ഒരു ദിവസം കയറി കിടന്നൊന്ന് ഉറങ്ങണം, എന്നിട്ട് ഞാൻ മരിച്ചാലും സാരമില്ല. ഞാൻ അവരോട് പറഞ്ഞേ, നിങ്ങൾ ആള് കൊള്ളാലോ, ഈ കടവും വീട്ടി ആ വീടും സ്വന്തമാക്കി പിന്നെ എന്തിനാ അതിനുള്ളിൽ കിടന്ന് മരിക്കുന്നത്, ഇനി സുഖമായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, അത് ശരിയാണല്ലോ, ഇനി എന്തിനാ മരിക്കണേന്ന്. സ്വപ്നം കാണാൻ പോലും അറിയാത്ത അവസ്ഥയാണ് അല്ലെ. നമ്മൾ എന്താ സ്വപ്നം കാണുന്നത്, എങ്ങനെയാ സ്വപ്നം കാണണ്ടേ, ഇതുപോലും അറിയാത്ത അവസ്ഥയിലാണ് പലരും ഇരിക്കുന്നത്. എനിക്ക് ഈ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന 732 ആളുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ, ഈ ഒരു മീറ്റിംഗിൽ. ഈ 732 ആളോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ വൃത്തിക്കും മെനയ്ക്കും സ്വപ്നം കാണാൻ പഠിക്കുക. ഈ തള്ളു ലൈഫ് ഉണ്ടല്ലോ, ഈ തള്ളു ലൈഫ് അധികം മുന്നോട്ട് പോവില്ല. തള്ളു ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര അല്ലെ, ഭയങ്കര മോട്ടിവേഷൻ, ജിൽ ജിൽ ജിൽ. ഈ മോട്ടിവേഷൻ ഒരു പ്രോബ്ലം ഉണ്ടോ, ഈ മോട്ടിവേഷൻ ഓവർലോഡഡ് ആയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം മോട്ടിവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്ന് നോക്കി നോക്കിയാലോ, മോട്ടിവേഷൻ ഉള്ള ആളുടെ പ്രശ്നം എന്താണ്? ഈ മോട്ടിവേഷൻ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താ അറിയോ? ഞാൻ തന്നെ ഇത് പറയണം, കാരണം എന്താ വെച്ചാൽ നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള പേരിലാണ്. എന്നെ വിളിക്കുന്നത്, എന്നെ സ്റ്റേജിലേക്കൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ വിളിക്കുക, ആ മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയാ. ഞാൻ ഈ 20-21 വർഷം കൊണ്ട് പഠിച്ചെടുത്ത ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയോ? ഒരാൾക്കും വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് സ്വയം തോന്നേണ്ട ഒരു സാധനമാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിപ്പോ സുനീഷ് ഭായിനെ കാണുന്നത്, ഞാൻ സുനീഷ് സലാല, സുനീഷ് ഭായിയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറയണം, സുനീഷ് ഭായ് നിങ്ങളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നേക്കാം കേട്ടോ, എന്നിട്ട് അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയും പോടാ പോയി തരത്തെ കളിക്കലാന്ന് പറയൂലേ? അത്രേ ഉള്ളൂ സംഭവം. ഒരാൾക്കും വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് ഇൻസ്പയർ ആവുക ചെയ്യാം. ഇതാണ് കഥ. അപ്പൊ ഈ മോട്ടിവേഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? മോട്ടിവേഷന്റെ ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഇവരൊരു കാര്യം ചെയ്യും, ഇവർ തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നറിയോ? വീണ്ടും ഈ കാര്യം ചെയ്യും, വീണ്ടും തോൽക്കും, വീണ്ടും അവര് വീണ്ടും ചെയ്യും, വീണ്ടും തോൽക്കും, വീണ്ടും ചെയ്യും, വീണ്ടും തോൽക്കും. ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം കഴിയുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവും, ഇതെന്നെ കൊണ്ട് കുട്ടിയെ പറ്റുന്ന പരിപാടിയല്ല, ഇവർ നിർത്തിപ്പോവും. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഹൈലി മോട്ടിവേറ്റഡ് നെഗറ്റീവ് പേഴ്സൺ. ഇപ്പൊ നമുക്ക് കിട്ടിയ അവസ്ഥ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറും. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് തെറ്റാണ്. അതിന് പകരം എന്താ വേണ്ടതെന്ന് അറിയോ? നമ്മളൊരു കാര്യം ചെയ്തു നോക്കുക, തോറ്റുപോയി, സ്വാഭാവികം. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്ത് നോക്കണം. എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത്, എന്തുകൊണ്ട് ഞാൻ തോറ്റു? ഇപ്പൊ നമ്മുടെ ഭാഷയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ എന്താ പറയുക, ടീം ബിൽഡിങ്ങിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫിജിക്കാർട്ടിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ, നമ്മളൊരു ഒരാളുടെ അടുത്ത് ഒരു പ്ലാൻ പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അല്ലെ അതല്ലേ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ, നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റാതെ വരുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ വീണ്ടും അത് പോയിട്ട് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആ തെറ്റിനെ വീണ്ടും 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 നമ്മൾ ചെയ്ത് ആ തെറ്റൊരു ശീലമാക്കി മാറ്റുവാണ്. നമുക്കൊരു തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും, ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരും, ചില കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓ ഇതിങ്ങനെയല്ലല്ലേ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും അറിയോ? ഈ അനലൈസിംഗിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരും. അതാണ് മൂന്നാമത്തെ സാധനം, അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അയ്യോ എന്റെ കയ്യിൽ കാശില്ല, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കട്ടോ. ആ അഡ്ജസ്റ്റ് അല്ല ഈ അഡ്ജസ്റ്റ്. രണ്ടു തരം അഡ്ജസ്റ്റ് ഉണ്ട് അല്ലെ. ഒരു അഡ്ജസ്റ്റ് എന്താ? അയ്യോ എന്റെ കയ്യിൽ ടീം ഒന്നുമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. സാറേ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. എന്റെ കയ്യിൽ ഫുഡ് ഇല്ല, ഒന്ന്. ആ അഡ്ജസ്റ്റ്മെന്റ് അല്ല ഇത്. അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. എന്തുകൊണ്ടാണ് തോറ്റത് നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം കാര്യങ്ങൾ അഡ്ജസ്റ്റ്. അപ്പൊ ചിലത് കൂട്ടാനുണ്ടാവും, ചിലത് കുറയ്ക്കാനുണ്ടാവും, ചിലത് മാറ്റാനുണ്ടാവും, ചിലത് മറക്കാനുണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്തു നോക്കാം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും അല്ലെ. അപ്പം ആദ്യം ചെയ്തു, തോറ്റു, അനലൈസ് ചെയ്തു, തെറ്റെന്താന്ന് മനസ്സിലാക്കി, തിരുത്തി, വീണ്ടും ട്രൈ ചെയ്യുമ്പം അത് ഇംപ്രൂവ് ആവും. ഈ ഇംപ്രൂവ്മെന്റിൽ നിന്നാണ് സക്സസിലോട്ട് കയറാൻ പറ്റുക. പക്ഷെ ചില ആളുകൾ എന്താ ചെയ്യാന്നറിയോ?
ഒരാളുടെ അടുത്ത് പോയിട്ട് പ്ലാൻ പറഞ്ഞു, കിട്ടിയില്ല, അടുത്ത ആളുടെ അടുത്ത് പറയും, അടുത്ത ആളുടെ അടുത്ത് പറയും, അടുത്ത ആളുടെ അടുത്ത് പറയും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ശരിയാവും. റിയലി സോറി, നിങ്ങൾ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അയാൾ ആ പ്ലാൻ പ്രസന്റേഷൻ കേട്ടിട്ട് അയാൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞേ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ വിട്ടിത്തരമായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ, ആദ്യം പറഞ്ഞ ആള് ഹൈലി മോട്ടിവേറ്റഡ് ആണ്, അയാൾ വേറെ എന്ത് പറഞ്ഞാലും കേൾക്കൂല, തെറ്റിലൂടെ തിരുത്തി ശരിയിലാണ്. ഓക്കെ, തെറ്റിലൂടെ തെറ്റ് ചെയ്ത് അതിന് വേറെ ഇഷ്ടംപോലെ മാർഗങ്ങൾ അപ്പുറത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തെറ്റന്നെ ചെയ്ത് വീണ്ടും വീണ്ടും തിരുത്തപ്പെടേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ആ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പഠിക്കാൻ പോണേ. 4 മാ വെച്ചിട്ടുള്ള വാക്കാണ് ഇന്നിപ്പോ പഠിക്കാൻ പോണേ. 4 മാ വെച്ചിട്ടുള്ള വാക്ക്. ഈ 4 മാ വെച്ചിട്ടുള്ള വാക്ക് പഠിച്ചാണ്ടല്ലോ സംഗതി സെറ്റാണ്, നമ്മുടെ ലൈഫ് മാറിക്കളയും. അപ്പം ആ 4 മാ വെച്ചിട്ടുള്ള ആദ്യത്തെ മാ, അതിലേക്ക് പോകുന്നു. മനസ്സിലാക്കുക. മനസ്സിലാക്കുക അല്ലെ? പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഈ മനസ്സിലാക്കായ്മയിൽ നിന്നല്ലേ? അല്ലെ? ചോദ്യങ്ങളുണ്ട്, കുറെ ചോദ്യങ്ങളുണ്ട്. മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ആരെയാ? നമ്മളെ തന്നെ. എന്താ നമ്മുടെ നമ്മുടെ കഴിവ് എന്താണ്? നമ്മുടെ നമ്മുടെ പോരായ്മകൾ എന്താണ്? അല്ലെ? SWOT അനാലിസിസ് എന്നൊക്കെ പറയും. ഈ ബിസിനസ് മാനേജ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ. എന്റെ ശബ്ദം കുറവാണോ? ആരോ സൗണ്ട് കുറവാണ് എന്ന് പറയുന്നു. ഒന്ന് ഓക്കെ, താങ്ക് യു. അപ്പം ഇത്രേ ഉള്ളൂ. മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട്, അപ്പൊ നമ്മൾ ഈ ബിസിനസ് മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ഈ ഒരു സാധനം പഠിപ്പിക്കും. SWOT അനാലിസിസ് എന്നാ ഇതിനെ പറയാം. SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഴുതി നോക്കിയൊക്കെ. SWOT, SWOT, SWOT. ഇത് ഒന്ന് ഇങ്ങനെ നീളാൻ എഴുതിയാൽ മതി. ആദ്യം എസ്, അതിന്റെ താഴെ O, അതിന്റെ താഴെ W, അല്ല SWOT. ആദ്യം S, W, അതിന്റെ താഴെ O, അതിന് താഴെ T. SWOT അനാലിസിസ് എന്ന് പറയും. മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. MBA ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാനുണ്ടാവും. എന്താ SWOT അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ തന്നെ ഒരു SWOT അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. S മീൻസ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ കാണുന്നത് സ്ക്രീനിൽ കണ്ണൻ ചേട്ടനെയാണ്. കണ്ണൻ ചേട്ടന്റെ സ്ട്രെങ്ത് എന്താണ്? കണ്ണൻ ചേട്ടൻ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ അല്ലെ? കണ്ണൻ ചേട്ടൻ എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. ഇതിനെയാണ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്ട്രെങ്ത് ആരോഗ്യം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത് എന്നുള്ളത് ഉദ്ദേശിച്ച് കണ്ണൻ ചേട്ടൻ കണ്ണൻ VV എന്ന് പറയുന്ന ആളുടെ പോസിറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്? കണ്ണൻ ചേട്ടന്റെ സ്ട്രെങ്ത് ഈ ബിസിനസ്സിൽ ചിലപ്പോൾ കണ്ണൻ ചേട്ടന്റെ കണക്ഷൻസ് ആയിരിക്കും, ചിലപ്പോൾ കണ്ണൻ ചേട്ടന്റെ പ്രസന്റേഷൻ സ്കിൽ ആയിരിക്കും, കണ്ണൻ ചേട്ടന്റെ പെരുമാറ്റ ഗുണമായിരിക്കും. ഇതൊക്കെ സ്ട്രെങ്ത്തുകളാണ്. ഈവൻ കണ്ണൻ ചേട്ടന്റെ മനോഹരമായിട്ടുള്ള ചിരി സ്ട്രെങ്ത് ആണ്. അപ്പം ഇതിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടാ ഇത് ചെയ്യാൻ പോണേ അല്ലെ? അപ്പം ഇവിടെ ഈ ആദ്യത്തെ S എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഓപ്പോസിറ്റ് വശമുണ്ട്. ഇതേ കണ്ണൻ ചേട്ടന് വീക്ക്നെസ് ഉണ്ട് അല്ലെ? കണ്ണൻ ചേട്ടൻ വീക്ക് ആയിട്ടിരിക്കുന്ന ചില ഏരിയകളുണ്ട്. സ്ട്രെങ്ത് നമ്മൾ കണ്ടെത്തി, ഇത്രയും ഏരിയകളിൽ ഞാൻ സ്ട്രെങ്ത് ആണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്റെ വീക്ക്നെസ് ആണ് അല്ലെ? ഞാൻ ചിലപ്പോ ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ എടുത്തു കളയും. അതെന്റെ വീക്ക്നെസ് ആണ്. എനിക്ക് ചിലപ്പോ ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, ഒരു കോംപ്രമൈസും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് ചിലപ്പോ നമ്മുടെ വീക്ക്നെസ് ആയിരിക്കും. അപ്പം അപ്പം ഈ ഇത് തിരിച്ചറിയണ്ടേ, നമ്മുടെ വീക്ക്നെസ് എന്താണ്? ഞാൻ ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കും, എന്റെ വീക്ക്നെസ് ആണ്. ഞാൻ ചിലപ്പോൾ തീരെ സംസാരിക്കാത്ത ഒരാളായിരിക്കും, അതും എന്റെ വീക്ക്നെസ് ആണ്. അപ്പൊ കണ്ണൻ ചേട്ടന്റെ 2 കാര്യങ്ങൾ നമ്മളിപ്പോ കണ്ടുപിടിച്ചേ. എന്താണ്? ഒന്ന്, കണ്ണൻ ചേട്ടന്റെ സ്ട്രെങ്ത് എന്താണ്? നമുക്ക് ആ പേപ്പറും പേനയുള്ളവർക്ക് ഒന്ന് എഴുതി നോക്കിയാലോ? ഇപ്പൊ തന്നെ നമുക്കൊരു SWOT അനാലിസിസ് അങ്ങോട്ട് എടുത്ത് കളയാം. ഈ രാവിലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോവല്ലോ അല്ലെ? കാലത്ത് പോയിട്ട് നമ്മൾ ബ്ലഡ് എടുക്കൂല. അതേപോലെ നമ്മൾ നമ്മുടെ സ്വഭാവത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇതിലിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് SWOT അനാലിസിസ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളുകളും പുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ അത് തന്നെ നടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. സൗകര്യം പോലെ ഇത് കഴിഞ്ഞിട്ട് SWOT അനാലിസിസ് എവിടെയെങ്കിലും പോയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ പണി, നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്? ഒരു പേപ്പർ പേൻ എടുക്കുക, വേഗം എഴുതുക. സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്? എന്റെ കഴിവായിട്ട് ഞാൻ കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, സ്ട്രെങ്ത് ആണ്. എനിക്ക് ഒരുപാട് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്.
എനിക്ക് ടീമിനെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ട്, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. എനിക്ക് എനിക്ക് കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്, സ്ട്രെങ്ത് ആണ്. എനിക്ക് ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്ന് നിങ്ങൾ കരുതുന്നോ അതൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുള്ള കോളത്തിൽ എഴുതാം. അടുത്ത കോളത്തിൽ എന്തായിരുന്നുണ്ട്? നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വീക്ക്നെസ്. ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, കാരണം ഇത് നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ആളുകൾ കോപ്പി അടിക്കും. നമ്മുടെ വീക്ക്നെസ് ഒക്കെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ കാണും. ഇതിപ്പോ ഓൺലൈൻ അല്ലേ, നിങ്ങൾ പലരുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. 755 ആളുടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീക്ക്നെസ് എഴുതി വെച്ചിട്ട് ആരും കാണൂല. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്? ഞാൻ പ്രശസ്തമായ ചില വീക്ക്നെസ്സുകൾ പറയട്ടെ. ഹലോ, ഞാൻ ഓഡിയബിൾ ആണോ? എന്തോ സ്ട്രക്ക് ആയി? ഓക്കെ. പ്രശസ്തമായിട്ടുള്ള വീക്ക്നെസ്സുകളിൽ ഒരു വീക്ക്നെസ് ആണ് മടി. ഞാൻ നല്ല തെറ്റില്ലാത്തൊരു മടിയനാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊരു വീക്ക്നെസ് ആണ്. മടി ഒരു വീക്ക്നെസ് ആണ്. വേഗം എഴുതിക്കോ. മടി ഒരു വീക്ക്നെസ് ആണ്. പിന്നെന്താ വീക്ക്നെസ്? എന്റെ അപ്പലൈൻ പറഞ്ഞൊന്നും ഞാൻ അനുസരിക്കൂല, അതൊരു വീക്ക്നെസ് ആണ്, അല്ലെ? എനിക്ക് എല്ലാം അറിയാന്നുള്ള ഒരു ധാരണ, അത് നമ്മുടെ വീക്ക്നെസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പം തന്നെ സാർ ജോയിൻ ചെയ്യുമായിരിക്കും. പ്രവീൺ സാർ, ഹലോ, കേൾക്കാമോ? യെസ് സാർ, കേൾക്കാം. ഐ എം റിയലി സോറി. ഇവിടെ എന്തോ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ആയി പോയതാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഞാൻ ഇവിടെ നിങ്ങളിവിടെ ഉണ്ടാകുന്ന എഴുതിയിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം എവിടെന്നാ കട്ടായതെന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ സ്വാട്ട് അനാലിസിസ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് നമുക്ക് ഇപ്പോൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ രണ്ടാമത്തേതായിട്ട് നമുക്ക് എഴുതേണ്ടത് നമ്മുടെ വീക്ക്നെസ്സുകളാണ്. എന്തൊക്കെ പ്രോബ്ലംസുകളാണ്, എന്തൊക്കെ വീക്ക്നെസ്സുകളാണ് നമുക്കുള്ളത്. വീക്ക്നെസ്സുകൾ ഒന്ന് എഴുതി നോക്കി. എനിക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള വീക്ക്നെസ് ആട്ടോ മടി. എനിക്ക് നല്ല മടിയാണ് സാറേ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ തോന്നുന്നില്ല. മറ്റുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഒരു ഇൻഹിബിഷൻ ഉള്ള ഒരാളാണ് ഞാൻ. എന്താ ഇൻഹിബിഷനും ഈ മടിയുടെ മറ്റൊരു പേര് എന്ന് വെച്ചാൽ എന്താ പറയാ, എനിക്ക് അങ്ങോട്ട് എടുത്തു ചാടി സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഇൻഹിബിഷൻ എന്ന് പറയാം. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗം, മടിയുടെ വകഭേദങ്ങളാണ്. അപ്പം അതെനിക്കുണ്ടാവും, എഴുതണം. മൂന്നാമത്തെ എന്തായിരുന്നു? O ആണ്. O ഫോർ ഓപ്പർച്യൂണിറ്റി. എന്റെ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ഈ സ്ട്രെങ്തിനെ മര്യാദയ്ക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്താൽ എന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്? ഇതിനെയാണ് നമ്മൾ O എന്ന് പറയാ, ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. എന്റെ സ്ട്രെങ്തിനെ എനിക്ക് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് എന്റെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇപ്പൊ അക്ഷയ്നെ കാണുന്നുണ്ട് ഞാൻ. അക്ഷയ്ക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്? അക്ഷയ് കണ്ടിട്ടൊരു യൂത്ത് ലുക്കാണ്. അപ്പം അക്ഷയ്ക്ക് ചിലപ്പോൾ കോളേജിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അത് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലേ? അക്ഷയ് പഠിക്കുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ അക്ഷയ് പോകുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അങ്ങനെയൊക്കെ ഇതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ആൻഡ് ഫൈനലി ടി ഫോർ ത്രെറ്റ്. ത്രെറ്റ് എന്ന് വെച്ചാൽ ഭീഷണി. ഇതിനെന്തൊക്കെയാ നമ്മുടെ ഭീഷണികളല്ലേ?
അല്ലെ? ഭീഷണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ത്രെട്ട്, ചാലഞ്ചസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ എന്റെ ഈ ബിസിനസ് വളർച്ചയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ്? എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല സാറേ, അതാണ് എന്റെ ചലഞ്ച്. ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, എനിക്ക് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല സാറേ. സപ്പോർട്ട് കിട്ടുന്നല്ല, അത് വാങ്ങിയെടുക്കേണ്ടതാണ്, അല്ലെ? അപ്പൊ അതോടെ നിൽക്കട്ടെ. അടുത്ത ചലഞ്ച് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? എന്റെ നാട്ടിൽ ഫുള്ള് നെഗറ്റീവാണ് സാറേ ആൾക്കാർ. അടിപൊളി. ഈ നാട്ടിൽ ഇനി ഒരു ഒറ്റ ആളെ പോലും ഫിജി കാട്ടിലോട്ട് കിട്ടൂല. ഒരു ലീഡർ പറഞ്ഞ ഡയലോഗാണ്. പക്ഷെ അതേ സ്ഥലത്ത് വേറൊരു ലീഡർ അടിപൊളിയായിട്ട് ടീം ബിൽഡ് ചെയ്യുന്നു. അപ്പൊ എന്താ അവിടെ നടക്കണേ? അതേ മാർക്കറ്റിൽ വേറൊരാള് സൂപ്പറായിട്ട് ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രോഗ്രാംസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരാൾക്ക് കാണുമ്പോൾ അവിടെ ഒന്നും നടക്കൂലെന്ന് തോന്നുക, വേറൊരാൾക്ക് അത് നല്ല മണ്ണാണെന്ന് തോന്നുക, അല്ലേ? അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഒരു സ്ഥലത്തും ടീം ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നെഗറ്റീവായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം, പോസിറ്റീവായിട്ടുള്ള ആളുകളും അവിടെ തന്നെ ഉണ്ടാവാം. പക്ഷെ അതിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചാലഞ്ച്. അപ്പം ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് അവസ്ഥ എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ആരാണ് ഞാൻ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഗംഭീര ഉത്തരം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയുക. അപ്പൊ ഈ SWOT അനാലിസിസിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതേ SWOT അനാലിസിസ് വെച്ച് നമ്മുടെ ടീമിന്റെ അവസ്ഥ ഒന്ന് അളന്ന് നോക്കി നോക്കൂ. നമ്മുടെ ടീമിൽ എന്താ നടക്കണേ എന്നുള്ളത്. നമ്മുടെ ടീമിന്റെ SWOT അനാലിസിസ് എടുക്കാൻ പറ്റും, അപ്ലൈന്റെ SWOT അനാലിസിസ് എടുക്കാൻ പറ്റും, ഡൗൺലൈന്റെ SWOT അനാലിസിസ് എടുക്കാൻ പറ്റും, നമ്മുടെ കമ്പനിയുടെ SWOT അനാലിസിസ് എടുക്കാൻ പറ്റും, നമ്മുടെ ഫാമിലിയുടെ SWOT അനാലിസിസ് എടുക്കാൻ പറ്റും. ഇത് വെച്ച്, ഈ ടൂൾ വെച്ച് നിങ്ങൾക്ക് എന്തിന്റെയും അളക്കാം. ഏതൊരു കാര്യത്തിന്റെയും നമുക്ക് ഈ SWOT അനാലിസിസ് ചെയ്യാം. ഇതാണ് ബിസിനസ് മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു ടൂള്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ SWOT അനാലിസിസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച ആദ്യത്തെ അക്ഷരം മാ വെച്ചിട്ടുള്ള വാക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഒഴിവായി പോവുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇടി കൂടുമ്പോൾ ഏറ്റവും ആദ്യം ഭാര്യമാര് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, എന്നെ ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല കേട്ടോ, എന്നെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അപ്പൊ നമ്മൾ ഭർത്താക്കന്മാര് തിരിച്ചു പറയും, തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, നീ എന്താ ഞാൻ പറയണത് മനസ്സിലാക്കാത്തേ? അല്ലേ? തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, നീ എന്താ ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവാത്തേ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇടി നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയണ ഒരു കാര്യം അത്, നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്ത മനുഷ്യ? എപ്പോഴും ഞാനിങ്ങനെ തമാശക്ക് പറയാറുണ്ട്, എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 9ാം ക്ലാസ്, ഒരാൾ 5ാം ക്ലാസ്. ഒരു ഹോസ്റ്റൽ വാർഡൻ ജീവിക്കുന്ന പോലെയാണ് ഞാൻ ജീവിക്കണം. എന്റെ വീട്ടിൽ 3 പെണ്ണുങ്ങളും ഞാൻ ഒരാൾ മാത്രമേ ആണുള്ളൂ, എന്റെ വൈഫും എന്റെ 2 പെൺകുട്ടികളും. അപ്പം എന്റെ അമ്മായിമ്മയൊക്കെ എന്നെ കളിയാക്കിയിട്ട് എപ്പോഴും പറയുന്ന ഡയലോഗാണ്, ഹോസ്റ്റൽ വാർഡൻ വന്നല്ലോ എന്നൊക്കെ പറയും. അപ്പം എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഏറ്റവും ഭംഗിയായിട്ട് ഇവർക്കുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക എന്നുള്ളതാണ്. നല്ല കാറ്, നല്ല വീട്, നല്ല സൗകര്യങ്ങൾ, നല്ല സ്കൂളിംഗ്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഇവരെങ്ങനെ രാജകുമാരിമാരെ പോലെ കൊണ്ടു നടക്കണം. ഇതാണ് എന്റെ സ്വപ്നം. പക്ഷെ എന്റെ ഭാര്യയുടെ സ്വപ്നം എന്താ അറിയോ? മൂപ്പര് ചപ്പാത്തി ഉണ്ടയാക്കുമ്പോൾ ഞാനത് പരത്തി കൊടുക്കണം. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. അവളിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കും, അപ്പൊ ഞാൻ സൈഡിൽ നിന്നിട്ട് അതിങ്ങനെ പരത്താം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാഷണൽ സെയിൽസ് ടീം മാനേജർ പ്രവീൺ ചെറിയ ചപ്പാത്തി പരത്തുന്ന സീൻ. അയ്യോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എടി എന്താടി ഇത് ഇങ്ങനെയൊക്കെ, ഒന്നിലും ഞാനൊരു നാഷണൽ സെയിൽസ് ടീം മാനേജർ അല്ലേ, ഞാനിങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്താൻ പാടുമോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ അവള് ഒന്നും കൂടി കോംപ്രമൈസ് ചെയ്തു. അവൾ എന്നിട്ട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചപ്പാത്തി പരത്തണ്ട, ഞാൻ പരത്തിക്കോളാം, നിങ്ങൾ അതൊന്ന് ചുട്ടു തരും. അപ്പൊ ഞാൻ പറഞ്ഞു, എടി എന്ത് പണിയാ നീ പറയണെന്ന് ചോദിച്ചു. അപ്പൊ അവള് അടുത്ത സാധനം ഇട്ടു, എന്നാ ചുടും വേണ്ട, നിങ്ങൾ ഇവിടെ വന്നിരിക്കി. അപ്പൊ ഞങ്ങൾ ഈ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ പാതയംപുറം എന്ന് പറയും, ഈ കിച്ചൺ ടോപ്പ്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഞാൻ ഇരിക്കണം. അപ്പൊ ഇവള് ഇതിങ്ങനെ ചുട്ടു തരും, എന്നിട്ട് കറി തരും. അപ്പൊ ഞാനത് അവിടെ ഇരുന്ന് കഴിക്കുക. എന്നിട്ട് ഇവള് പറയും, ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും, ഇന്ന് എന്തൊക്കെ ഉണ്ടായി, ഇന്ന് ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ എന്തൊക്കെ നടന്നു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും. ഇതാണ് ആളുടെ സ്വപ്നം. എന്റെ സ്വപ്നം ഒക്കെ നിലം തൊടാൻ നേരിടാണ്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടുള്ളത് കൊണ്ടല്ലേ ഇത് മുന്നോട്ട് പോണത്. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും മനസ്സിലായത് കൊണ്ടല്ലേ ഇത് മുന്നോട്ട് പോണത്. ഞാനൊരു ദിവസം അവളുടെ അടുത്ത് പറഞ്ഞേ, നിന്നേടല്ല 19,865 പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് തല്ലുകൂടുമ്പോ. അപ്പൊ അവള് പറഞ്ഞു, മനുഷ്യ നിങ്ങളെ ഞാൻ 32,670 പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്.
പക്ഷെ ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ അറിയോ? അവളെ അറിയാം, അവൾക്ക് എന്നെ അറിയാം. ഈ മനസ്സിലാകല് തെറ്റുന്നിടത്താണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ മനസ്സിലാകല് ഒഴിവാകുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. ടീമിനെ മനസ്സിലാക്കാൻ പറ്റണം, ടീമിന് അപ്ലയൻസിനെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റണം, ടീമുകൾ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റണം, ടീമിന് കമ്പനിയെ മനസ്സിലാക്കാൻ പറ്റണം, കമ്പനിക്ക് ടീമിനെ മനസ്സിലാക്കാൻ പറ്റണം, കസ്റ്റമറിന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റണം. അല്ലെ? ഈ മനസ്സിലാവാണ്ടാവുമ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നമായിട്ട് വരുന്നത്. അല്ലെ? അപ്പം ഒരു 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 നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു ലീഡർ തോൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ? ടീമിനെ മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പം ഇവിടെയുള്ള പല ആളുകളും ചിന്തിച്ചു, സത്യം എന്റെ ലീഡർ, അയാൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല. ഇതിൽ ആരാ ലീഡർ? ആരാ ലീഡർ? ആരാ ലീഡർ എന്നറിയോ? നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡറാണ്. നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡറാണ്. അപ്പം മുകളിലോട്ട് നോക്കാതെ താഴോട്ട് നോക്കി നടന്നു നോക്കി വെച്ചേ, അടിപൊളിയായിരിക്കും. അല്ലേ? ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയുന്ന ഡയലോഗ് ഇതാണ്. മുകളിലോട്ടല്ല നമ്മൾ നോക്കണ്ടേ, താഴോട്ടാണ് നമ്മൾ നോക്കണ്ടേ. എന്റെ ടീമിലേക്ക് നോക്ക്, ടീമിനെ മനസ്സിലാക്കുക, ടീമിന് എന്ത് കിട്ടി, ടീമിന് എന്ത് വിജയിച്ചു, ടീം എങ്ങനെയാ നടക്കുന്നത്, അതാ നമ്മൾ നോക്കണ്ടേ. അത് നോക്കുന്നിടത്താണ് ഒരു നല്ല ലീഡർഷിപ്പ് വരുന്നത്. ഒരു നല്ല ലീഡർഷിപ്പ്. അയ്യോ, അപ്പൊ അടുത്തൊരു പ്രശ്നമുണ്ട്. ആരാടോ ലീഡർ? ആരാ ലീഡർ? ആരാ ലീഡർ എന്നറിയോ? കോട്ട് ഇട്ടിട്ട് BG ഇട്ട് വരുന്ന ആളാണോ ലീഡർ? കോട്ടൊക്കെ ഇട്ട് BG ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളിനെയാണോ ലീഡർ എന്ന് വിളിക്കണ്ടേ? അതോ വൈകി വരുന്ന ആളാണോ ലീഡർ? ഒരു മീറ്റിംഗിൽ ഏറ്റവും അവസാനം കയറി വരുന്ന, ഗമയിൽ വരുന്ന ആൾ, അയാളാണോ ലീഡർ? ഞാനിതിങ്ങനെ പ്രോഗ്രാംസുകൾക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂട്ടി നിർത്താൻ കഴിയുന്നവനാണ് ലീഡർ, ഒരുമിച്ച് നിർത്താൻ കഴിയുന്നവനാണ് ലീഡർ, അല്ലെ? വേറെ എന്തൊക്കെ ആൻസറുകൾ വരാം? മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്നവൻ ആരോ, അവനാണ് ലീഡർ. പിന്നെന്താ, വെറൈറ്റി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇതിലിപ്പോ മെസ്സേജ് ചെയ്യുന്ന ആളുകൾ കഷ്ടപ്പെട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. വേണമെന്നില്ല, കാരണം നിങ്ങൾ ഈ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനത് വായിക്കാൻ നിൽക്കും, എന്റെ ഫ്ലോ പോകും. അപ്പൊ അവിടെ നിൽക്കട്ടെ, മനസ്സിൽ വെച്ചാൽ മതി. പക്ഷെ ഞാൻ പുതിയൊരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആരാ ലീഡർ എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ? എന്റെ ഡെഫിനിഷൻ ഇതാണ്. ആരെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്നത്, അയാളാണ് ലീഡർ. നിങ്ങൾക്ക് ആരെ കാണുമ്പോഴാണോ ഫോളോ ചെയ്യാൻ തോന്നുന്നത്, അയാളെ നമുക്ക് ലീഡർ എന്ന് വിളിക്കാം. ഈ ആശയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ആരെങ്കിലും കാണുമ്പോ, ഇയാളെ പോലെ എനിക്കും ആവണം കേട്ടോ എന്ന് തോന്നുന്നുണ്ടോ? അല്ലേ? നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആത്മീയ ഗുരുക്കന്മാരെ, ലീഡർമാരെ കണ്ടിട്ടുണ്ട്, അല്ലെ? പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നടന്നിട്ടുള്ള എന്താന്ന് നോക്കൂ. അവരുടെ ആശയങ്ങളെ, അവരുടെ തോട്ടുകളെയൊക്കെ നമുക്ക് ഇഷ്ടാവുമ്പോഴാണ് അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിയാണോ? അപ്പോഴല്ലേ ഒരു ലീഡർഷിപ്പ് ജനിക്കുന്നത്. അപ്പം നമുക്ക് ആരെ കാണുമ്പോഴാണോ ഫോളോ ചെയ്യാൻ തോന്നുന്നത്, അവനെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കേണ്ടത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്. നമ്മളൊക്കെ കാണുമ്പോ ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിയേ. കാർത്യായനി ചേച്ചിനെ കാണുമ്പോ കാർത്യായനി ചേച്ചിയുടെ ടീമിലുള്ളവർക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? കൗസല്യ മേഡത്തിനെ കാണുമ്പോ കൗസല്യ മേഡത്തിന്റെ ടീമുകാർക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ലക്ഷ്മി ചേച്ചിയുടെ ടീമിനെ കാണുമ്പോ ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? സുകുമാരൻ ചേട്ടനെ കാണുമ്പോ സുകുമാരൻ ചേട്ടന്റെ ടീമിന് ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ലിനീഷ് ഭായിനെ കാണുമ്പോ ലിനീഷ് ഭായിയുടെ ഡൗൺലൈൻസിന് ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ കുറച്ച് പേരുകൾ എടുത്തിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. ആ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ഫോളോ ചെയ്യാൻ തോന്നണമെങ്കിൽ പ്രക്ഷോഭയെ എന്താ ചെയ്യണ്ടേ? പ്രക്ഷോഭയോട് ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. പ്രക്ഷോഭ് ടീം യൂണിക്കോൺ എന്ന് പറയുന്ന ആള് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പ്രക്ഷോഭിന്റെ ടീമിലുള്ള ആളുകൾക്ക് പ്രക്ഷോഭനെ കാണുമ്പോൾ ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം. നമ്മളെ കാണുമ്പോൾ ഫോളോ ചെയ്യാൻ തോന്നണം. നമ്മളെ കാണുമ്പോൾ, അല്ലെ, ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ സംസാരം, നമ്മളുടെ പ്രവർത്തനങ്ങള്, ആ രീതിയിലേക്ക് നമ്മൾ വളരുന്നിടത്താണ് ഒരു ലീഡർ ജനിക്കുന്നത്. ഈ ലീഡർഷിപ്പ് രണ്ട് തരത്തിലുണ്ട്. രണ്ടും ഉരുകുന്ന സാധനങ്ങളാണ്. ഒന്ന് ഐസ്ക്രീമാണ്.
ഐസ്ക്രീം ഉരുകും അല്ലെ? ഐസ്ക്രീം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഐസ്ക്രീം ഉരുകും. പക്ഷെ ഉരുകുന്നതിന് മുമ്പ് തിന്നണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല രസത്തിൽ ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉരുകി വെള്ളാവുന്നതിന് മുമ്പ് അത് കഴിക്കണം. അപ്പം ഐസ്ക്രീം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഈ ഐസ്ക്രീം ലീഡർഷിപ്പിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ അറിയോ? ഇത് തിന്നുന്നവന് മാത്രമേ ഇതിന്റെ രുചി അറിയുള്ളൂ. അല്ലെങ്കിൽ ഇത് ആസ്വദിക്കാൻ പറ്റുന്നത് ഇത് തിന്നുന്നവനാണ്. അല്ലെ? അതിന്റെ തണുപ്പ്, അതിന്റെ ഫീല്, അതിന്റെ രുചി, ഇതൊക്കെ അവന് ആ തിന്നുന്ന ആൾക്ക് ഓക്കെ ഫൈൻ, ഐ ആം സോ ഗുഡ്, ഞാൻ നല്ലൊരു ലീഡറാണ്, ഇങ്ങനെ ഒരു ആശയം വരും. എന്നുവെച്ചാൽ ആ ലീഡർക്ക് മാത്രമേ ആ ലീഡറെ ഇഷ്ടമുണ്ടാവുള്ളൂ. ലീഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നിന്നിട്ട് പറയും, ഞാൻ ലീഡറാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഞാൻ പുലിയാണ്, എന്റെ ലീഡർഷിപ്പിൽ ഒയ്യോ അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സംഭവം. എന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കൺവിൻസ്ഡ് ആണ്, ഞാൻ ഭയങ്കരനാണ്, ഭീകരനാണ് എന്നൊക്കെ ഇയാൾക്ക് തോന്നിപ്പോവും. പക്ഷെ നാട്ടുകാർക്ക് അത് തോന്നണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലെ? ഇപ്പൊ നിങ്ങൾ ഐസ്ക്രീം തിന്നുന്നത് കണ്ടിട്ട് എനിക്ക് കൊതി മാത്രമേ വരുള്ളൂ, അല്ലാതെ എനിക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ജോൺസൺ പി തോമസ് എന്ന് പറയുന്ന സുഹൃത്ത്, താങ്കൾ അവിടെ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീം തിന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയും, എന്റെ അമ്മയും എമ്മാതിരി ഐസ്ക്രീം അല്ലേ, എന്ത് രസമായിരിക്കും അല്ലേ, പക്ഷെ എനിക്ക് അതിന്റെ രുചി കിട്ടൂല, എനിക്ക് അതിന്റെ ഫീല് കിട്ടൂല, ഒന്നും കിട്ടൂല. എനിക്ക് കൊതി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ചില ലീഡേഴ്സിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കൊതി മാത്രമേ തോന്നുള്ളൂ. അയ്യോ അയാളൊക്കെ അടിച്ചു പൊളിക്കാണ്, അയാള് വേറെ ലെവലാണ്, അയാളുടെ വണ്ടി കണ്ടോ, അയാളുടെ വസ്ത്രങ്ങൾ കണ്ടോ, അയാള് ഓഫ് ഛേ. പക്ഷെ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല അല്ലെ? രണ്ടാമത്തെ ലീഡർഷിപ്പ്, അതും ഉരുകുന്ന ഒരു സാധനം. വേറെന്താ ഉരുകുന്നത് നിങ്ങളുടെ പരിചയത്തിലുള്ള? മെഴുകുതിരി ആയാലോ? മെഴുകുതിരി മെഴുകുതിരി ഉരുകും. പക്ഷേ മെഴുകുതിരി ഉരുകണമെങ്കിൽ മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി കത്തിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? സ്വയം ഉരുകുകയും ചെയ്യും, കൂടെ ഉള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കുകയും ചെയ്യും. അല്ലെ? കൂടെ ഉള്ളവർക്കൊക്കെ വെളിച്ചം കൊടുത്തുകൊണ്ട് സ്വയം അങ്ങോട്ട് ഉരുകിത്തീരുന്ന ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പാണ് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. ആ മെഴുകുതിരി കത്തുന്ന കണ്ടിട്ട് ആളുകൾക്ക് കൊതിയൊന്നും വരൂല അല്ലെ? മെഴുകുതിരി കത്തി ഉരുകണ കണ്ടിട്ട് ആരെങ്കിലും കൊതിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താലേ എമ്മാതിരി ഉരുകലാണ് ആ മെഴുകുതിരി ഉരുകുന്നത്, എന്താ വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കൊതിയൊന്നും വരൂല. പക്ഷെ ആവശ്യ സമയത്ത് ഗുണം ചെയ്യും. അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? ഈ മെഴുകുതിരി നമ്മുടെ ശ്രദ്ധയിലേ പെടില്ല. ഇത് വീട്ടിൽ എവിടെയോ ഇരിക്കുന്നുണ്ടാവും. വിളക്ക് കത്തിക്കുന്നിടത്തോ, ഇപ്പൊ ക്രിസ്ത്യൻ ഫാമിലിയൊക്കെ ആണെങ്കിൽ കുരിശ് വരയ്ക്കുന്നിടത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോയ്ക്കകത്തൊക്കെ ഈ സാധനം വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷെ കറണ്ട് പോകുമ്പോ ഉണ്ടല്ലോ, കറണ്ട് പോകുമ്പോ നമ്മൾ ആദ്യം തപ്പ ഈ മെഴുകുതിരിയാണ് അല്ലെ? കണ്ണും കാണാനില്ല, കൂട്ടിയിടിച്ച് ഇടി ബഹളമായിരിക്കും, നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴണ്ടാന്നിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിലത്തെ ഒരു കാർന്നര് പറയും, മക്കളെ ഒരു സ്ഥലത്തേക്ക് എണീക്കണ്ട, എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളൂ, അമ്മ പോയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് വന്നേക്കാം എന്ന് പറയും. ശരിയാണോ? അങ്ങനെ അമ്മ തപ്പിത്തടഞ്ഞ് റിസ്ക് എടുത്ത് ആ റിസ്ക് എടുത്ത് പോകുമ്പോ അമ്മയ്ക്കറിയാം കാല് തട്ടി വീഴുമെന്ന്, അമ്മയ്ക്കറിയാം അവിടെ ഡൈനിങ് ടേബിൾ എവിടെ ഇരിക്കുന്നതെന്ന്, അമ്മയ്ക്കറിയാം ടീപ്പോയ് എവിടെ ഇരിക്കണതെന്ന്, അമ്മയ്ക്കറിയാം കസേര എവിടെ ഇരിക്കുന്നതെന്ന്, അമ്മയ്ക്കറിയാം പുസ്തകങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എവിടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതെന്ന്. അമ്മ അതിലൊന്നും ചവിട്ടാതെ തട്ടാതെ മുട്ടാതെ പോയി സൂക്ഷിച്ച് ചെന്ന് ഈ മെഴുകുതിരി എടുത്ത് അതങ്ങോട്ട് കത്തിക്കും. കത്തിക്കുന്ന അന്ന് തൊട്ട് മെഴുകുതിരിക്ക് പണി തുടങ്ങുകയായി. മെഴുകുതിരി ഉരുകാൻ തുടങ്ങും. പക്ഷെ ആ റൂമിലുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കും. കൂടുതൽ വെളിച്ചം കിട്ടണമെങ്കിൽ ആ മെഴുകുതിരിനെ എടുത്തിട്ട് ഏറ്റവും ഹൈറ്റിൽ വെക്കണം. ടേബിളിന്റെ അടിയിലോ മേശയുടെ ചുവട്ടിലൊന്നും വെച്ച് കഴിഞ്ഞാൽ പ്രകാശം എല്ലായിടത്തേക്കും കിട്ടൂല. എല്ലാവർക്കും പ്രകാശം കിട്ടുന്ന രീതിയിൽ ഇതിനങ്ങോട്ട് പൊക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ടീമിന് മൊത്തം വെളിച്ചം കിട്ടും. ഇനി ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങൾ മെഴുകുതിരിയാണോ ഐസ്ക്രീമാണോ? നിങ്ങളുടെ ടീമിന് മെഴുകുതിരിയാണോ ഐസ്ക്രീമാണോ? ഇന്ന് തീരുമാനിക്കണം നമുക്കത്. ഇന്ന് തൊട്ട് തീരുമാനിക്കണം നമുക്ക്. ഇന്ന് തൊട്ട് പ്രതിജ്ഞ എടുക്കണം, ഞാൻ എന്റെ ടീമിന് ഐസ്ക്രീം ആവില്ല, ഞാൻ എന്റെ ടീമിന് മെഴുകുതിരിയേ ആവുള്ളൂ. നമ്മളെ ചിലപ്പോൾ ബഹുമാനിക്കാത്തവരുണ്ടാവും, നമ്മളെ തട്ടിക്കളയുന്നവരുണ്ടാവും, നമ്മളെ ചോദ്യം ചെയ്യുന്നവരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ടീമിന് വെളിച്ചം കൊടുക്കാൻ പറ്റണം, ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കാൻ പറ്റണം. നിങ്ങള് നല്ല വെയിലത്ത്, നല്ല ചൂട്, നല്ല വെയില്, നല്ല പോലെ പ്രകാശമുള്ള റൂമിൽ നിങ്ങൾ മെഴുകുതിരി എത്തിച്ചു നോക്കിയേ, ആ മെഴുകുതിരിക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ ഇരുട്ടില്ല, അവിടെ ഫുള്ള് വെളിച്ചമാണ്. ആ വെളിച്ചമുള്ള സമയത്ത് നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ചാൽ
നിങ്ങളൊരു മണ്ടനായിട്ട് മാറും. പക്ഷെ ഇരുട്ട് വരുമ്പോ, അല്ലെ, കുടുങ്ങണ സമയത്ത് നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് വരുന്നവൻ ആരോ അവനെ വിളിക്കാം നമുക്ക് ലീഡർ എന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാട്ടോ. ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങണം. ആ നേരത്ത് ഇത്രയും നേരം വെളിച്ചുണ്ടായിരുന്ന നേരത്ത് എന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരൂലടോ, നീ അനുഭവിക്കടാ, അനുഭവിക്ക്, നീ ആ ഇരുട്ടത്ത് കെടുക്ക് എന്ന് പറയുന്നവൻ ലീഡർ അല്ല. അല്ലേ? ലീഡർ ടീമിന് ഇഷ്യൂ വരണ സമയത്ത് ലീഡർഷിപ്പ് തന്നെ പുറത്തു വരും. ആ ലീഡർക്ക് അവിടെ ഒളിച്ചിരിക്കാൻ കഴിയൂല. ലീഡർ പുറത്തു ചാടും. ആ ലീഡർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ ഐസ്ക്രീം ആവണോ ക്യാൻഡിൽ ആവണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കും. നിങ്ങളുടെ ടീമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതിലിരിക്കുന്ന 750 ആളോടും എനിക്ക് പറയണു, ഇതാട്ടോ സമയം. തിരിച്ചറിയുക, മനസ്സിലാക്ക്, ഇതാണ് സമയം. നിങ്ങളുടെ ലീഡർഷിപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. അല്ലെ? കുറെ ടെൻഷൻസ് ഒക്കെ ഇല്ല ഇപ്പൊ നമുക്ക്. നമ്മുടെ കുറെ ചേട്ടന്മാരൊക്കെ ഇപ്പൊ എവിടേക്കൊക്കെയോ പോയി, ചില ചേട്ടന്മാരൊക്കെ എവിടെ നിന്നൊക്കെയോ വരാൻ നിൽക്കുന്നു. അല്ലെ? കുറെ ആളുകൾ പോയതിന്റെ സന്തോഷത്തിൽ തിരിച്ചു വരാൻ നിൽക്കുന്നു. ചില ആളുകൾ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചിരിക്കുന്നു. ചില ആളുകൾ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള ഒരു സമയമാണെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ ലീഡർഷിപ്പ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് നിങ്ങളൊരു ലീഡറായിട്ട് അവതരിക്കേണ്ടത്. പക്ഷേ ഈ ഹിന്ദു മിത്തോളജി പ്രകാരം ഹനുമാൻ സ്വാമിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമി കിട്ടിയിട്ടുള്ള ശാപം എന്താ അറിയോ? മൂപ്പർക്ക് ആവശ്യമുള്ള സമയത്ത് മൂപ്പരുടെ പവർ മനസ്സിലാവൂല അത്ര. ആരെങ്കിലും ആൾ ഓർമ്മിപ്പിക്കാൻ പറ്റണം. ആളത് മറന്നു. യുദ്ധമൊക്കെ നടക്കുമ്പോൾ മൂപ്പര് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നേരത്തായിരിക്കും വല്ല ജാമ്പവാനോ അല്ലെങ്കിൽ ശ്രീരാമനോ ഇവരൊക്കെ വന്നിട്ട് പറയും, മിസ്റ്റർ ഹനുമാൻ താങ്കൾ പുലിയാണ്ടോ, കേറി അടിക്ക് പോയി എന്ന് പറയുമ്പോ മൂപ്പര് കേറി അങ്ങോട്ട്, അല്ലെ, ഒരൊറ്റ ചാട്ടത്തിന് മൂപ്പര് ലങ്കയെ പോയിട്ട് അവിടെ മുഴുവൻ കത്തിച്ചിട്ട് വന്നു. അത്രയും പവറുള്ള ആളാ. പക്ഷെ ആളൊന്ന് ടെൻഷനായി പോയി. അല്ലെ? ആളൊന്നും ഇവിടെ നിന്നിട്ട് ടെൻഷനായി പോയി. പക്ഷെ ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാധനം കിട്ടി. നമ്മൾ പുരാണങ്ങളൊക്കെ നോക്കിയാൽ അതിലൊക്കെ ഇത് കാണാൻ പറ്റും. അർജുനൻ ഇങ്ങനെ തളർന്ന് വെട്ടി വയർത്ത് നിൽക്കുമ്പോഴല്ലേ ശ്രീകൃഷ്ണന്റെ ഉപദേശം കിട്ടിയേ, പോയി പൂച്ചട മോനെ. അപ്പൊ ആള് പറഞ്ഞു അപ്പുറത്ത് മുഴുവൻ ബന്ധുക്കളാണ്, ശത്രുക്കളായിട്ട് നിൽക്കുന്നത് മുഴുവൻ ബന്ധുക്കള്, അച്ഛന്റെയും അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത്. ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ മൂപ്പരുടെ പറഞ്ഞ ഡയലോഗ് എന്താ, ഈ എന്ത് തേങ്ങ നോക്കി നിൽക്കുകയാണ്, യുദ്ധത്തിൽ അതൊന്നുമില്ല, കേറി അടിക്കും മോനെ എന്ന് പറഞ്ഞു. ഇപ്പൊ അടിക്കണം, ഇപ്പൊ അടിച്ചില്ല വെച്ചെങ്കിൽ നീ ചത്തോവും. ആ ലെവലിലാണ് കാര്യങ്ങൾ നിൽക്കണേ. അവിടെ അമ്മാവനും മാമനും മച്ചാനൊന്നും ഇല്ല, പെട്ടേനെ പെടാ, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ അല്ലെ, അടിച്ച് തൂഫാനാക്കടാന്ന് പറഞ്ഞ വഴിക്ക് മൂപ്പരൊരു പോക്കങ്ങോട്ട് പോയി. അല്ലെ? ടീം തളർന്നിരിക്കുമ്പോഴാണ് ഉപദേശങ്ങൾ കൊടുക്കണ്ടേ. ടീം വല്ലാണ്ട് ഫ്ലറിഷ്ഡ് ആയിട്ട് ഭയങ്കര സെയിലൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കുന്ന നേരത്ത് ഞാൻ നിങ്ങളുടെ ഒക്കെ ഒപ്പലൈനാണെന്ന് പറഞ്ഞിട്ട് ജാട കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ലീഡർഷിപ്പാണോ? പ്രശ്നങ്ങൾ വരുമ്പോ ഓടല്ല വേണ്ടത്, നെഞ്ചു വിരിച്ചു നിന്ന് ഫേസ് ചെയ്യാൻ വേണ്ടത്. അപ്പോഴാണ് ലീഡർഷിപ്പ് എന്താണെന്ന് മനസ്സിലാവുക. അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ വേറെ വിഷയങ്ങളിലേക്കൊന്നും പോണ്ട. മനസ്സിലാക്കുക, ആരാണ് ഞാൻ? അല്ലെ? ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ പറ്റിയ 4 ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇത് എത്ര സമയം വരെ പോവും ബിപിൻ? എനിക്കറിയില്ല നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അധിക പ്രസംഗിയാവുന്നുണ്ടോ? ഇല്ല സർ, ഇല്ല. അധിക പ്രസംഗിയാവുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എനിക്ക് അടുത്ത പ്രോഗ്രാമിന് പോകാൻ സമയം തൊട്ട് ഞാൻ മുങ്ങിക്കോളാട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഞാൻ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്റെ അവസ്ഥ? ഫിജിക്കാട്ടിൽ വരുന്നതിന് മുമ്പുള്ള എന്റെ അവസ്ഥ എന്തായിരുന്നു? അല്ലെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഇത് ചോദിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ഈ വന്ന വഴി നമ്മൾ മറക്കൂല. ഈ വന്ന വഴി മറക്കുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ വന്ന വഴി മറക്കുക എന്ന് പറയുന്നത് ഒരു തരം അസുഖമാണ്. അത് ഇപ്പൊ എന്താ ചെയ്യാ, അതിനിപ്പോ പ്രത്യേകിച്ച് മരുന്നും ഇല്ലാത്തൊരു അസുഖമാണ്. വന്ന വഴി മറക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രതീക്ഷയായിരുന്നു ഫിജി കാട്ടുന്നത്. എന്റെ ലൈഫിൽ ഞാൻ ആസ് എ നാഷണൽ സെയിൽസ് മാനേജർ എന്നുള്ള പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഫിജി കാട്ട് എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. ഞാൻ എവിടെയായിരുന്നു, എവിടെയാ ഞാൻ നിന്നിരുന്നത്, ഇതിനെയാണ് വേറെ എന്ന് ചോദിക്കുന്നത്. ഇനി എങ്ങനെയാ ഞാൻ ഈ പൊസിഷനിൽ എത്തിയേ? രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, എന്റെ മുമ്പത്തെ അവസ്ഥ വേറെ, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എങ്ങനെ എത്തി? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ?
നമുക്ക് എങ്ങടാ പോണ്ടേ? ഹലോ, നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? എവിടെ നമുക്ക് എത്തണം? അപ്പൊ ആദ്യത്തെ ചോദ്യം, ഞാൻ എവിടെ ആയിരുന്നു, എവിടെന്നാ ഞാൻ തുടങ്ങി. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയേ. മൂന്നാമത്തെ ചോദ്യം, എനിക്ക് എങ്ങോട്ടാ പോണ്ടേ. എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയുണ്ട്, ഫിക്സ് യുവർ എൻഡ് റിസൾട്ട് എന്ന് അതിന് ഞാൻ പേരിട്ടിരിക്കണേ. നമുക്ക് എവിടെയാ എത്തണ്ടേ? ഇതിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞേ, നമുക്ക് എവിടെ എത്തണ്ടേ. ഇപ്പൊ ഇതിൽ ചില ആൾക്കാർ പറയും, എൻ്റെ നോ, എനിക്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ ആവണം സാറേ. തെറ്റ്. നാഷണൽ സെയിൽസ് ടീം മാനേജർ ഒന്നും ആവലല്ല നമ്മുടെ സ്വപ്നം. നിങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ തെറ്റി. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു സാധനം തരേ. നിങ്ങൾ ആവേണ്ടത് ഡെയിലി സീലിംഗ് അടിക്കുന്നവനായിരിക്കണം. നാഷണൽ സെയിൽസ് ടീം മാനേജറെക്കാൾ മധുരമാണ് ഡെയിലി സീലിംഗിന്. നാഷണൽ സെയിൽസ് ടീം മാനേജറായിട്ട് സെയിൽ ചെയ്യാണ്ടിരിക്കണേക്കാളും ബെറ്റർ അല്ലേ? നാഷണൽ സെയിൽസ് ടീം മാനേജർ ആയില്ലെങ്കിലും സാരമില്ല സാറേ, എനിക്ക് ഡെയിലി സീലിംഗ് കിട്ടണം. ഡെയിലി സീലിംഗ് എന്ന് വെച്ചാൽ എന്താ? 30,000 രൂപ അക്കൗണ്ടിൽ ഉണ്ട്. അതൊരു 1.5 ഫീലാട്ടോ. നേരം വെളുത്ത് നോക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും, പൊന്നുമോനെ, ഈ ദിവസത്തെ ഇന്നലത്തെ നിന്റെ വരുമാനം 28,500. ഔ അല്ലേ? എല്ലാ ദിവസവും 30,000 വാങ്ങുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം. അവിടേക്കാണ് നമ്മൾ എത്തണ്ടേ. റാങ്ക് ഇപ്പൊ ഇത്തിരി കുറഞ്ഞാലും സാരമൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാല്ലേ. നിങ്ങൾക്ക് റാങ്ക് വേണോ അതോ ഡെയിലി 30,000 വേണോ? ബുദ്ധിയുള്ള എത്ര ആളുണ്ടെന്ന് നോക്കി നോക്കട്ടെ. റാങ്ക് ഒന്നും വേണ്ട സാറേ, ആ 30,000 ഇങ്ങോട്ട് തരുവാണെങ്കിൽ പരിപാടി കഴിഞ്ഞു അല്ലേ? പക്ഷെ ഈ 30,000 ഡെയിലി കിട്ടൂല, അത് വാങ്ങാനുള്ളതാണ്. അപ്പൊ രണ്ട് വാക്കുകൾ നമ്മളിപ്പോ പഠിച്ചേ. ഒന്ന് കിട്ടി, മറ്റേത് വാങ്ങി. എന്താ കിട്ടുക, വാങ്ങുക, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എഫേർട്ട് ഒന്നുമില്ല, അതിങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലേ? നമ്മളിങ്ങനെ നടന്നു പോണ സമയത്ത് എനിക്കൊരു പേന കളഞ്ഞ് കിട്ടി എന്നാണ് പറയാ. പേന വാങ്ങണമെങ്കിൽ അത് എഫേർട്ട് എടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ? നമുക്കിത് വാങ്ങാൻ പറ്റണം. അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെ ഞാൻ ആ പൊസിഷനിലെത്തും? എങ്ങനെ ഞാൻ ആ പൊസിഷനിലെത്തും? ഹൗ കാൻ ഐ റീച്ച് ദയർ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഞാൻ എവിടെയായിരുന്നു. ഇപ്പൊ സഫിദ മേഡം, സഫിദ എന്നല്ലേ വായിക്കുക? അതെ, സഫിദ മേഡം. സഫിദ മേഡം, സഫിദ മേഡം ഇത്രയും നാള് എവിടെയായിരുന്നു, ഇപ്പോ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങടാ പോണ്ടേ, എങ്ങനെ ഞാൻ അവിടെ എത്തും? ഒരു ചോദ്യം കൂടി ഉണ്ട് സഫിദ മേഡം, ആരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തുക? എന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും അല്ലേ? ആരുടെ ഒക്കെ ടീം, എന്റെ ടീമിൽ ആരൊക്കെ വന്നാൽ എനിക്ക് ഈ പറഞ്ഞ പൊസിഷനിലേക്ക് എത്താം? ആരുടെ കൂടെ എനിക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റും? ഈ 5 ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് കട്ടയ്ക്ക് ഒന്ന് പിടിച്ചു നോക്കിയാലോ? കട്ടയ്ക്ക് ഞാനും ഉണ്ടാവും, ചങ്കായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ ഞാൻ പറയണത് അനുസരിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയും ചെയ്യില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ പറയാം പണിക്ക് പോകുന്ന, പണിയെടുക്കാൻ പോകും എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ലീഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. 5 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ആ 5 ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ആ 5 ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. പക്ഷെ ഇവിടെ പലർക്കും ഉള്ള പ്രശ്നം എന്താ അറിയൂ? ഇന്നത്തെ എന്റെ ഫിജിക്കാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തെ. കാരണം എന്താ, നവീൻ സാർ വന്നു, ഇന്ന് രാവിലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, ഇനി നാളെ ഇന്നിനി വേറെ പരിപാടി ഒന്നുമില്ല. തെറ്റി ഓടണം അല്ലെ? ഡിസ്കംഫർട്ട് വരണം. ഡിസ്കംഫർട്ട് എന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. ഡിസ്കംഫർട്ട് എന്ന് മാത്രമേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അയ്യോ 8 മണിയാവാറായി, നമുക്ക് 3 വാക്കും കൂടി പഠിക്കാനുണ്ട്, നമുക്കൊന്ന് സ്പീഡായിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ സമയം തെറ്റും. കുറെ ആളുകൾക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാനും പഠിക്കാൻ പോകാനൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല എനിക്ക് 9:30 ഓഫീസിൽ ബോച്ചായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മാറ്റിയെടുക്കുക. നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലൂടെ കാര്യങ്ങൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ
രണ്ടാമത്തെ വെച്ചിട്ടുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ വാക്കാണ് മാറ്റിയെടുക്കുക. എന്താ മാറ്റിയെടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത്? നമ്മുടെ ചില സ്വഭാവങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. ചില ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ, ഈ വേണമെങ്കിൽ മാറിക്കോ. സോറി ബ്രോ, നടക്കൂല. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രവീൺ ചെറിയത്തില്ലേ, ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പ്രവീൺ ചെറിയത്ത് ഫുള്ള് ഫേക്കാണ്. ഞാൻ ഇങ്ങനെയല്ല, ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ലീഡർ കളിച്ചോണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഇതല്ല ശരിക്കുള്ള പ്രവീൺ ചെറിയത്ത്. ശരിക്കുള്ള പ്രവീൺ ചെറിയത്തിന്റെ സ്വഭാവം അറിയണമെങ്കിൽ പ്രവീൺ ചെറിയത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരണം. അപ്പോഴാണ് ശരിക്കുള്ള പ്രവീൺ ചെറിയത്ത് ആരാന്ന് മനസ്സിലാവുക. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ സെയിൽസ് ടീം മാനേജർ മാന്യനായ പ്രവീൺ ചെറിയത്തിനെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് 733 മാന്യന്മാരെയും മാന്യകളെയുമാണ്. അല്ലെ? നിങ്ങളും ഇതൊന്നും അല്ലാന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്താ നമ്മൾ ഇവിടെ ചെയ്തേ? നമ്മളൊരു മീറ്റിംഗിന് ഇരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ചില മര്യാദകൾ, അല്ലെ? അത് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ശരിക്കുള്ള സ്വഭാവം അറിയണമെങ്കിൽ ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും, എന്നിട്ട് ഇത് അങ്ങോട്ട് ഓഫ് ചെയ്യണോട് കൂടിയിട്ട് അപ്പൊ നമ്മൾ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എടുക്കുക. എന്നൊക്കെ പറഞ്ഞൊരു തിരിച്ചിലൊക്കെ തിരിയും, അല്ലെ? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു എണീക്കലുണ്ട്. എന്നിട്ട് ചിലർ ആദ്യം തന്നെ പറയും നെഗറ്റീവ് ആയിരിക്കും. തേങ്ങായി വന്ന് എന്തൊക്കെയോ തള്ളി പറഞ്ഞു പോയി. ചിലര് പറയും എന്റെ അമ്മ അയാൾ എന്ത് രസമായിട്ടാ സംസാരിച്ചത്. ചിലര് പറയും അയാൾ പറഞ്ഞത് ശരിയാട്ടോ. ചിലര് പറയും ഇവന്മാരൊക്കെ തരികട, ഇവന്മാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മതി, നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ? അപ്പോഴല്ലേ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വന്നത്. ഇതിനെയാണ് റിയൽ മീ, പ്രൊജക്റ്റഡ് മീ എന്ന് പറയുന്നത്. ടീം കാണാൻ പാടുള്ള കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് ടീം കാണാൻ പാടുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ വിഷയങ്ങൾ, ഇതൊന്നും ടീമിന്റെ വിഷയമല്ല. ടീമിന്റെ മുന്നിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചുറ്റും എത്രയോ ക്യാമറകൾ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് പെരുമാറും. മാറ്റിയെടുക്കുക. ഞാൻ ഇങ്ങനെയാണ് സാറേ, ഇന്നെ കൊണ്ട് മാറാൻ പറ്റൂല, ബുദ്ധിമുട്ടാണ് സാറേ, തിരിച്ചും പറയേണ്ടി വരും, അല്ലെ? മാന്യമായിട്ട് പെരുമാറാൻ പറ്റണം. മാന്യമായിട്ട് പെരുമാറാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, നമ്മളിൽ നിന്ന് ടീമിന് കിട്ടേണ്ടത് എന്താന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഞാൻ പല ലീഡേഴ്സും കേട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്താൽ മതി, അങ്ങനെയൊന്നും അഹങ്കാരം പറയല്ലേ. ടീമാണോ എല്ലാതും, നമ്മുടെ ടീമാണ് നമ്മുടെ വിജയം. അപ്പൊ ടീമിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാ നമ്മൾ ചെയ്യണ്ടേ. ടീം നമുക്ക് എന്ത് തന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, ടീമിന് നമ്മൾ എന്ത് കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം, അല്ലെ? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം മാറ്റിയെടുക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. നോബഡീസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. അപ്പം Recording in progress. എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയേണ്ടതെന്ന് പറയും, അല്ലെ? ഐസ്ക്രീം ലീഡർഷിപ്പ് വേണോ, ക്യാൻഡിൽ ലീഡർഷിപ്പ് വേണം. എന്റെ മോളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം? സൂപ്പർ ഡാഡ്, സൂപ്പർ ഹീറോ, അല്ലെ? അവളുടെ ടെഡി ബെയർ, അവളുടെ ചങ്ക്, അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള, ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ അപ്പ, അതാവണം. അവളുടെ മുന്നിൽ ഞാനൊരു സൂപ്പർ ഹീറോ ആണ്. അവളുടെ ചില കണ്ടുപിടുത്തങ്ങൾ കേൾക്കണം നിങ്ങക്ക്. അവള് പറയാണേ അപ്പയ്ക്ക് എന്ത് ബുദ്ധിയാണ്. അപ്പൊ എന്റെ ഭാര്യ ചോദിച്ചു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ അങ്ങനെ തോന്നാൻ ചോദിച്ചു. അപ്പൊ അവള് പറയാ, അപ്പയ്ക്ക് 3യുടെ ടേബിളൊക്കെ കാണാതെ കിട്ടും. 1 into 3 3, 2 into 3 6. ഭയങ്കര ബുദ്ധിയാന്ന് എനിക്ക്. അവൾ എന്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറയാ, എന്റെ അപ്പയ്ക്ക് എന്ത് ശക്തിയാന്നറിയോ, ഗ്യാസും കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് പൊക്കും. അത് കാലിക്കുറ്റിയായിരുന്നു ഗ്യാസ്, ആ ഗ്യാസ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്, അതുകൊണ്ടാണ് എനിക്ക് പൊക്കാൻ പറ്റിയത്. അവളുടെ മുന്നിൽ ഞാനൊരു സൂപ്പർ ഹീറോ ആ. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും സ്വഭാവം കൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോരുന്നത്, അല്ലേ? അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നല്ലൊരു സൂപ്പർ റൊമാൻറ്റിക് ഹീറോ ആവണം. ഷാറൂഖ് ഖാനെ വെല്ലുന്ന പ്രകടനമായിരിക്കണം ഞാൻ അവിടെ കാഴ്ചവെക്കേണ്ടത്. കാരണം അവളുടെ ഭർത്താവാണ് ഞാൻ. പക്ഷെ ആ സ്വഭാവം കൊണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോരുത്. അവിടെ ഞാൻ നല്ല നൈബർ ആയിരിക്കണം, അല്ലേ?
നിൽക്കരുത്. അവിടെ ഞാൻ നൈബറാണ്. ആ നൈബർ സ്വഭാവം കൊണ്ട് എന്റെ പള്ളിയിലെ വികാരിയച്ഛന്റെ അടുത്തേക്ക് പോരുത്. അവിടെ ഞാനൊരു ഇടവക വിശ്വാസിയാണ്. അദ്ദേഹം എന്റെ ആത്മീയ ഗുരുവാണ്. ആ സ്വഭാവം വെച്ചിട്ട് എന്റെ ടീമിലോട്ട് പോരുത്. അതെന്റെ ടീമാണ്. എന്താ മനസ്സിലായേ? സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ പറ്റണം. സിറ്റുവേഷൻ അനുസരിച്ച് പഠിക്കാൻ പറ്റണം. സംസാരിക്കാൻ പറ്റണം. പ്രവർത്തിക്കാൻ പറ്റണം. അവിടെയാണ് ഈ മാറ്റിയെടുക്കൽ വരുന്നത്. പക്ഷെ ചില ആൾക്കാർ എന്താ അറിയോ, ഒരൊറ്റ വര വരച്ച് ആ വരയും കൂടെ നടക്കുവാണ്. ഒരൊറ്റ വരയാണ്. ഞാൻ നാഷണൽ സെക്യൂരിറ്റി മാനേജറാണ്, ഇനി വേറെ ഒന്നുമില്ല. ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി മാനേജർ ആയിട്ടല്ലല്ലോ വന്നത്. നിങ്ങളൊക്കെ വന്ന അതേ പൊസിഷനൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ വേണ്ടത്. ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. ചില ആളുകൾക്ക് 2 പ്രാവശ്യം പറഞ്ഞാലേ മനസ്സിലാവും. ചില ആളുകൾക്ക് 10 പ്രാവശ്യം പറഞ്ഞാലേ മനസ്സിലാവും. അത് മനസ്സിലാവുന്നവരെ അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പണി. അപ്പൊ മാറ്റിയെടുക്കുക. ഞാൻ ഒന്ന് റഷ് ചെയ്യാണ്. നമുക്കൊരു 8:10 ആകുമ്പോഴേക്കും തീർക്കാം. രണ്ടാമത്തെ വാക്ക് നമ്മൾ പഠിച്ചു, മാറ്റിയെടുക്കുക ആണെങ്കിൽ. മൂന്നാമത്തെ പ്രശ്നം അവിടെ തുടങ്ങും. ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ ചില തടസ്സങ്ങൾ വരും. അയ്യോ, ശരിയല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ ബ്ലോക്കുകൾ വരും, കുറെ പ്രശ്നങ്ങൾ വരും, കുറെ തടസ്സങ്ങൾ വരും. പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട് എന്നാണ്. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരില്ല. എന്റെ ടീമിൽ സാറേ ഒരൊറ്റ പ്രോഡക്റ്റ് ഇഷ്യൂ ഇല്ല. കാരണം എന്താ? ഞാൻ ഒരൊറ്റ പ്രോഡക്റ്റ് ഇന്നവരെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് ഇഷ്യൂ ഇല്ല. എന്റെ ടീമിൽ ഒരൊറ്റ ലീഡർഷിപ്പ് പ്രോബ്ലം ഇല്ല. എന്താ കാരണം? എന്റെ ടീമിൽ ഒരൊറ്റ ലീഡർമാരില്ല. പിന്നെ എന്തിട്ട് തേങ്ങ ഇവിടെ പ്രശ്നം? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നോട്ട് നിരോധനം ആകെ പ്രശ്നമാന്ന് പറഞ്ഞപ്പോ എന്ത് പ്രശ്നം എന്താ പറയണേ? എന്റെ കയ്യിൽ ഒറ്റ നോട്ടില്ല. എന്തിട്ട് പ്രശ്നം എന്താ പറയണേ? എന്റെ കയ്യിൽ 500 നോട്ടില്ല, 1000 നോട്ടില്ല. പിന്നെ എന്തിട്ട് തേങ്ങ? കുറെ നേരം ഇവരോട് പറയണം. എന്തിട്ടാണ് ഇവിടെ പ്രശ്നം? ഒരു പ്രശ്നം ഇവിടെ അല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലാണ് പ്രശ്നം വരിക. ഡിസ്കംഫർട്ട് എന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ വരണേ. അപ്പം അവിടെ നമ്മൾ മൂന്നാമത്തെ വാക്ക്, വെച്ചിട്ടുള്ള വാക്ക് നമ്മൾ പഠിക്കേണ്ടിയിരിക്കണു. മൂന്നാമത്തെ വാക്ക് മറികടക്കുക. പ്രശ്നങ്ങൾ വരും, അത് പ്രശ്നങ്ങൾ വരണമല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോ അതിന് മറികടക്കാൻ എന്താ മാർഗം അല്ലെ? ആ മറികടക്കാനുള്ള സൊല്യൂഷനുകൾ കണ്ടെത്തലാണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ പണി. അപ്പം ആദ്യത്തെ വാക്ക് മനസ്സിലാക്കി, ഞാൻ എന്റെ കഴിവ് മനസ്സിലാക്കി, ഞാൻ എന്റെ കമ്പനിയെ മനസ്സിലാക്കി, ഞാൻ എന്റെ പ്രോഡക്ട്സുകളെ മനസ്സിലാക്കി, ഞാൻ എന്റെ ടീമിനെ മനസ്സിലാക്കി, ഞാൻ എന്റെ പ്രോസ്പെക്റ്റുകളെ മനസ്സിലാക്കി, ഞാൻ എന്റെ മാർക്കറ്റിനെ മനസ്സിലാക്കി, ഞാൻ എന്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി, എന്റെ ടീമിലേക്ക് വരേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി, അവരോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അവരെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അവരോട് എങ്ങനെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കും. എന്നാലും നമ്മളിത് നച്ചലായിട്ട് പറയണമെന്ന് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ ചില നമ്മുടെ തല്ലുകൊള്ളിത്തരങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മുടെ ചില സ്വഭാവങ്ങൾ മാറ്റേണ്ടി വരും. നമ്മൾ ചില നമ്മുടെ ആറ്റിറ്റ്യൂഡ് Recording in progress. കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടി ഈസി ആയിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലത്ത് ചക്രം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഒരു ഭാരമുള്ള വസ്തു എ എന്നുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ബി എന്നുള്ള ഒരു ബിന്ദുവിലേക്ക് മാറ്റണം, അത് വലിയ പാടാണ് എന്ന ഡിസ്കംഫർട്ട് എന്നാണ് ചക്രം കണ്ടുപിടിച്ചത്. ശരിയല്ലേ? അത് മറികടന്നു. ആ പ്രശ്നത്തെ അവർ മറികടക്കാൻ വേണ്ടിയിട്ട് ചക്രം ഇൻവെന്റ് ചെയ്തു. ആദ്യം ചക്രം ഇൻവെന്റ് ചെയ്ത് സ്ക്വയർ ടൈപ്പിലായിരുന്നു അത്ര. എന്നിട്ട് ഇങ്ങനെ ചാടി 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 പോയിരുന്നു അത്ര. ടക്ക് 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 ഇങ്ങനെ ചാടി ചാടി പോയിരുന്നു അത്ര. അപ്പോഴാണ് വേറൊരുത്തൻ പറഞ്ഞത്, ഇത് ഭയങ്കര സീനാട്ടോ. അപ്പൊ അവൻ അതിന്റെ മൂലയൊക്കെ ചെത്തി. അപ്പൊ കുറച്ചും കൂടി ഈസി ആയി. അടുത്ത ആള് വന്നിട്ട് അത് റൗണ്ട് ഷേപ്പ് ആക്കി, അടുത്ത ആള് വന്നിട്ട് അത് ടയറാക്കി, അടുത്ത ആള് വന്നിട്ട് അത് ട്യൂബാക്കി, അടുത്ത ആള് വന്നിട്ട് ട്യൂബ്ലെസ് ടയർ ആക്കി. ഭയങ്കര സംഭവമായില്ലേ? ഭയങ്കര ഇൻവെൻഷൻ അല്ലേ വന്നേ? ഇതേപോലെ ഒരു പ്രശ്നത്തിൽ നിന്നാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ആ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇങ്ങനെ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ടും പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ 4ാമത്തെ വെച്ചിട്ടുള്ള വാക്കുകൾ എടുക്കുക, മറന്നു കളയുക. യോഗല്ലേ കുട്ടിയെ? അല്ലേ? നമുക്കത് നടപടി ആവൂല. അങ്ങോട്ട് കളയുക. എന്ന് വെച്ചാൽ നാളെ തൊട്ട് ഫിജിക്കായിട്ട് നിർത്തി പോവാന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഫിജിക്കായിട്ട് ശരിയാവണ്ട, ഞാൻ നിർത്തുക, മറന്നാണ്ട് കളയുക. സാറ് പറഞ്ഞത് അതാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അല്ലെ? ചില പ്രശ്നങ്ങൾ, ചില ആളുകളോടുള്ള ദേഷ്യം, ചില ആളുകളോടുള്ള വിദ്വേഷം, ചില ആളുകളോടുള്ള നീരസം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുന്ന നീറണത് കൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറന്നു കളയുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ സൊല്യൂഷൻ. ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിൽ ബഹളം ഉണ്ടായിത്രേ. അടി എന്ന് പറഞ്ഞ പൊരിഞ്ഞടി. അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര ബഹളം. അങ്ങനെ നാട്ടുകാരൊക്കെ ഇടപെട്ടു, പിടിച്ചു മാറ്റി. ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ അമ്മായിമ്മ പറയാ, ഇവളെന്നെ 20 കൊല്ലം മുമ്പ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു, 20 കൊല്ലം മുമ്പ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചതിന് ഇപ്പോഴാണോ വഴക്കുണ്ടാക്കണേ ചോദിച്ചു. അപ്പൊ ഈ അമ്മായിമ്മ പറയാ, ഇപ്പോഴല്ലേ നമ്മൾ കാഴ്ച ബംഗ്ലാവേ പോയത്, ഇപ്പോഴല്ലേ ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ജീവി, അതിന്റെ പല്ലും മുഖമൊക്കെ കാണണം, ഒരു ചന്തവും ഇല്ല. എന്താ മനസ്സിലായേ? കഴിഞ്ഞ 20 കൊല്ലം ആ അമ്മയുടെ മനസ്സിൽ ഹിപ്പോപ്പൊട്ടാമസ് കിടന്നു ഓടുമായിരുന്നു. കഴിഞ്ഞ 20 കൊല്ലം അല്ലേ? മറന്നു കളയടോ. ചിലപ്പോ ലീഡർമാർ എന്തെങ്കിലും ദേഷ്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ലീഡർമാരുടെ എന്തെങ്കിലും ആക്ടിവിറ്റികളൊക്കെ നമുക്ക് എന്താ അല്ലെ യോജിക്കാൻ പറ്റാത്ത വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ടീമിലുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും കളിയാക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ അല്ലെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. കുറെയൊക്കെ മറന്നു കളയടോ. മറക്കാൻ പറ്റണതൊക്കെ മറന്നു കളയാം. എന്നാൽ ചില കാര്യങ്ങൾ മറക്കാനും പാടില്ല കേട്ടോ. ചിലതിങ്ങനെ വീണ്ടും കീറി കിടക്കണം. അല്ലെ? മധുരമായ പ്രതികാരങ്ങളായിട്ട് മാറണം. എന്താ മധുരമായിട്ടുള്ള പ്രതികാരം എന്നറിയോ? നമ്മൾ ജയിച്ച് കാണിക്കുന്നതാണ് നമ്മൾ തോൽക്കുമെന്ന് വിശ്വസിച്ചവനുള്ള ഏറ്റവും വലിയ മറുപടി. നമ്മൾ തോൽക്കുമെന്ന് വിശ്വസിച്ചവന് നമ്മൾ ജയിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ ഇന്നു മുതൽ തുടങ്ങണം ഒരു യാത്ര. നമ്മൾ ഇന്നു മുതൽ തുടങ്ങുന്ന യാത്ര ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെ മുന്നിലും തോൽക്കാതിരിക്കാനാണ്. നമ്മൾ ഇന്നു മുതൽ തുടങ്ങുന്ന യാത്ര ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും കളിയാക്കാനല്ല, ആരുടെ മുന്നിലും തോൽക്കാതിരിക്കാനാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പഠിക്കണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഐ വിഷ് യു ഓൾ ദ സക്സസ്. ഏറ്റവും മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ടീം ഭംഗിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.